വർക്കലയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സ്മിത സുന്ദരേശൻ ഇപ്പോൾ റിപ്പോർട്ടറിനൊപ്പം ചേരുകയാണ്. വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയാണ് വർക്കലയിലെ പ്രതീക്ഷ? നല്ല പ്രതീക്ഷയാണ് വർക്കലയിൽ. സിറ്റിംഗ് എം.എൽ.എ. മത്സരിക്കുന്നു, വർക്കല കഹാറ വീണ്ടും ജനവിധി ഇടുന്നു. അപ്പോൾ ഒരു വലിയ മത്സരമല്ലേ നടക്കുന്നത്? തീർച്ചയായിട്ടും വലിയ മത്സരം തന്നെയാണ് നടക്കുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുക ഇപ്പോൾ ജനങ്ങളോട് ഉൾപ്പെടെ പറയുന്നത് പ്രചരണത്തിൽ? നല്ല വികസന കാഴ്ചപ്പാടാണ് ജനങ്ങളോട് പറയാനുള്ളത്. ഈ CPM-ൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ബി.ജെ.പി. വോട്ടുകൾ പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ? അത്തരത്തിൽ പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ 2 ടേമായിട്ട് BDJS-നായിരുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് BJP-ക്ക് ഒരു കാൻഡിഡേറ്റ് വരുന്നത്. താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ആ അവകാശത്തെ എല്ലാ പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ജോയി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഈ BJP വോട്ടുകൾ ഈ കോൺഗ്രസിന് മറിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ഞാൻ കണ്ടു, നിങ്ങളുടെ ചാനലിൽ പറയുന്നത് കേട്ടു, എന്തൊക്കെ ഡീല് നടന്നതായിട്ടൊക്കെ പറയുന്നത് കേട്ടു. പിന്നെ പറയുന്നത് കേട്ടു, ഇവിടെ വർഷങ്ങളായിട്ട് BJP-യിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രവർത്തകരുണ്ട്, അവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് വെളിയിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്കും ചോദിക്കാനുള്ളത് തിരിച്ച് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത്. അതെന്താ CPM-ൽ ഇവിടെ വർക്കലയിൽ ഇപ്പോൾ പേരെടുത്ത് പറയാൻ KM ലാജി, MK യൂസഫ്, അഡ്വക്കേറ്റ് ജോസ്, GS സുനിൽ അടക്കമുള്ള പ്രവർത്തകർ, അവരൊക്കെ വർഷങ്ങളായിട്ട് വർക്കല നിയോജക മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സഖാക്കളാണ്. അപ്പോൾ അവരെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ചെറിയൻകീഴ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ഒരു ആളാണ് ഇവിടെ 2 ടേമായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല. ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് വന്നിരിക്കുന്ന ഞാനിവിടെ മത്സരിക്കുന്നതിലാണ് ഡീലിൻ്റെ കാര്യം പറയുന്നു, എന്തെല്ലാം തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒരു സ്ത്രീയാണെന്ന പരിഗണന പോലും ഇല്ലാതെ വളരെ മ്ലേച്ഛമായ രീതിയിലാണ് കമൻറ്റുകൾ സോഷ്യൽ മീഡിയ വഴി വരുന്നത്. ഇതിനൊന്നിന് തന്നെ ഞാനിപ്പോൾ നിലവിൽ ഞാൻ പ്രതികരിക്കുന്നില്ല. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണല്ലോ. അപ്പോൾ MLA എന്ന നിലയിൽ വി ജോയുടെ പ്രവർത്തനത്തെ എങ്ങനെ കാണും? അതിനെക്കുറിച്ചൊന്നും തന്നെ ഇപ്പോൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. BJP-ക്ക് എന്തായാലും വലിയ വിജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയാണ്. ഏതോ ഒരു ചാനലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടു, എൻ്റെ കൂടെ നടക്കുന്നവരാരും BJP പ്രവർത്തകരല്ല എന്നാണ്. ഇന്നലെ വർക്കലയിൽ നമ്മുടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. വർക്കല കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രകടനമായിരുന്നു ഇന്നലെ വർക്കല നടന്നത്. അപ്പോൾ അവരാരും BJP പ്രവർത്തകരല്ലേ? ഇപ്പോൾ തന്നെ നോക്കൂ, എത്രത്തോളം പ്രവർത്തകരാണ് എന്നോടൊപ്പം പ്രചാരണത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അതാണ് വർക്കല BJP സ്ഥാനാർത്ഥി സ്മിത സുന്ദരേശൻ പറയുന്നത്. വി ജോയിയുടെ ആരോപണങ്ങളിൽ ഒരു കഴമ്പുമില്ല, അത്തരത്തിലൊരു ഡീൽ വർക്കലയിലില്ല. BJP ഉറപ്പായി വർക്കല മണ്ഡലം പിടിക്കും, വർക്കലയിൽ വിജയം സുനിശ്ചിതമാണ് എന്നുള്ള പ്രതികരണമാണ് BJP സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.